ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ജോഗ്രഫിയിൽ നിന്നുള്ള 10ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജോഗ്രഫിയിൽ നിന്നുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ വിലയേറിയ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ജോഗ്രഫിയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന്. ഉപഭോക്താവ്, സംതൃപ്തിയും സംരക്ഷണവും എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്കറിയാം, ആദ്യമായിട്ട് തന്നെ ഉപഭോക്താവ്, സംതൃപ്തി, സംരക്ഷണം, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഉപഭോഗം, ഉപഭോക്താവ് എന്നതിനെക്കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഉപഭോഗം എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. അപ്പോൾ വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ്. അപ്പോൾ ഉപഭോക്താവ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ഉപഭോഗം എന്താണ് എന്നും നമ്മളിവിടെ പറഞ്ഞു. ഇനി ഉപഭോക്താവിൻ്റെ സംതൃപ്തി എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ആദ്യം നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗാന്ധിജി എന്താ പറഞ്ഞത്? നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. അദ്ദേഹം നമ്മുടെ ഇടപാടിൽ ഒരു അന്യനല്ല, അദ്ദേഹം അതിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നത് വഴി അദ്ദേഹം നമുക്ക് ഒരു ഔദാര്യം ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെക്കുറിച്ച് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ കണ്ടത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ് സംതൃപ്തി. അപ്പോൾ സംതൃപ്തി എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിൻ്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിനെയാണ് സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പോൾ സംതൃപ്തി എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിൻ്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? സഫലീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ സംതൃപ്തി എന്ന് പറയുന്നത്. ഇനി 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം? ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ആദ്യമായി നിലവിൽ വന്നത് എന്നു ചോദിച്ചാൽ എന്നാണ്? 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് 1986 ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ നിയമം അനുശാസിക്കുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങളിൽ പ്രധാനപ്പെട്ടവ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന്
സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം. അപ്പോൾ ഒരാളുടെ ജീവനോ സ്വത്തിനോ ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മെ സംരക്ഷിക്കുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. അപ്പം നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരം അറിയാനുള്ള അവകാശം ആ ഉപഭോക്താവിന് ഉണ്ട്. ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം. അപ്പോൾ ഇതൊക്കെയാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരമുള്ള അവകാശങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ 1986 ഉപഭോക്തൃ നിയമത്തിൻ്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ടവയാണ് ഉപഭോക്തൃ കോടതികളെന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഉപഭോക്തൃ കോടതികളെന്ന് നമുക്ക് നോക്കാം. ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉപഭോക്തൃ കോടതികൾ എന്താണ്? ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവം ഉണ്ടായാൽ ഉപഭോക്താവിനെ എന്ത് ചെയ്യാം? ആ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്. ഇനി ഉപഭോക്തൃ കോടതികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിന് ഈ ഉപഭോക്തൃ കോടതികൾക്ക് കഴിയുന്നുണ്ട്. ഇന്ത്യയിലെ ഉപഭോക്താക്കൾ ഇന്ന് ത്രിതല ഉപഭോക്തൃ കോടതികളുടെ സേവനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വരുന്നു. അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള ഉപഭോക്തൃ കോടതികളാണുള്ളത്. അപ്പോൾ അതിലേതൊക്കെ വരുന്നു? ഒന്നെന്ന് പറയുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം. അപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ് ഒന്നാമത്തേത്. അപ്പോൾ ഉപഭോക്തൃ കോടതികളെ നമ്മൾ പ്രധാനമായിട്ടും 3 തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം എന്ന് പറയുന്നത് എവിടെയാണ്? ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡൻറ്റും 2 അംഗങ്ങളും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കും, 2 അംഗങ്ങളുണ്ടായിരിക്കും. ഇനി ഇതിൽ ഒരംഗം ആരായിരിക്കണം? വനിത ആയിരിക്കണം. അപ്പോൾ ഒരംഗമെങ്കിലും ആരാണ്? വനിത ആയിരിക്കണം എന്നത് നിർബന്ധമാണ്. അതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അധികാരം എങ്ങനെയാണ്? 20 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കുന്നു. അപ്പോൾ 20 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങൾക്ക് ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന കോടതികളാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്രസിഡൻ്റ് ഉണ്ട്, 2 അംഗങ്ങളുണ്ടായിരിക്കും. ഇത് ജില്ലാതലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരംഗമെങ്കിലും ആരായിരിക്കണം? വനിത ആയിരിക്കണം. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അപ്പോൾ നമുക്കറിയാം സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡൻറ്റും 2 അംഗങ്ങളും ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇവിടെയും എന്താണ്? ഒരംഗമെങ്കിലും വനിത ആയിരിക്കണം. ഇനി കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എവിടെയാണ്? സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ പ്രസിഡൻറ്റും 2 അംഗങ്ങളുമുണ്ട്. ഇതിൽ 1 അംഗമായ വനിതയായിരിക്കണം. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ ആർക്ക് അവകാശമുണ്ട്? സംസ്ഥാനങ്ങൾക്ക്, സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമുണ്ട്. ഇനി ഇവരുടെ അധികാരം എങ്ങനെയാണ്? 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അപ്പോൾ 20 ലക്ഷം രൂപ വരെ ജില്ലാതലത്തിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. 20-ന് മുകളിൽ 1 കോടി വരെയുള്ള പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അടുത്ത് നമ്മൾ പറയുന്നത്
ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും എവിടെയുണ്ടായിരിക്കും? ഈ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അംഗങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളുമാണ് ഉണ്ടാവേണ്ടത്. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. അപ്പോൾ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമാണെങ്കിൽ പ്രസിഡന്റും 2 അംഗങ്ങൾ വീതവുമാണ് ഉണ്ടായിരിക്കേണ്ടത്. അതിലൊരാൾ ആരായിരിക്കണം? വനിതയായിരിക്കണം. ഇവിടെ പറയുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു, പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും വേണം. അപ്പോൾ കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. ഇനി 1 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. 1 കോടിക്ക് മുകളിലുള്ള പ്രശ്നങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഇനി ഇവിടെ സാധാരണ കോടതി നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഉപഭോക്തൃ കോടതികളുടെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സാധാരണ കോടതികൾ പ്രവർത്തിക്കുന്നത് പോലെ അല്ല ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളുടെ നടപടിക്രമങ്ങൾ. ഉപഭോക്തൃ കോടതികളുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നടപടിക്രമങ്ങൾ ലളിതമാണ്, അതിവേഗം നീതി ഉറപ്പുവരുത്തുന്നു, വ്യവഹാര ചെലവ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏതിൻ്റെ ഉപഭോക്തൃ കോടതികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ലളിതമാണ്, അതിവേഗം നീതി ഉറപ്പുവരുത്തുന്നു, വ്യവഹാര ചെലവ് എങ്ങനെയാണ്? വളരെ കുറവാണ്. ഇനി ഉപഭോക്താവിനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നതിന് പരാതി വെള്ളക്കടലാസിൽ ലളിതമായി എഴുതി സമർപ്പിച്ചാൽ മതി. അപ്പോൾ ഉപഭോക്തൃ പരാതി ഉണ്ടെങ്കിൽ ഉപഭോക്താവിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അയാൾ കോടതിയെ പരാതി എങ്ങനെയാണ് നൽകേണ്ടത്? വെള്ളക്കടലാസിൽ ലളിതമായി എഴുതി സമർപ്പിച്ചാൽ മതി. പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരത്തിൻ്റെ മൂല്യമനുസരിച്ച് കുറഞ്ഞ ഫീസ് ഈടാക്കുന്നതാണ്. അപ്പോൾ അയാൾക്ക് എത്രയാണോ നഷ്ടപരിഹാരം വേണ്ടത് ആ നഷ്ടപരിഹാരത്തിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിവിടെ പിന്നെ അയാൾക്ക് കൊടുക്കേണ്ട ഫീസ് ഈടാക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് പരാതി നൽകാൻ കഴിയുന്നത്? വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുക. അപ്പോൾ നമ്മൾ വിലയ്ക്ക് വാങ്ങുന്ന സാധനം വിലയ്ക്ക് വാങ്ങുന്നു, ഏത് സാധനമോ ആയിക്കോട്ടെ, നമ്മൾ വിലയ്ക്കൊരു സാധനം വാങ്ങിയാൽ അതിന് കേടുപാടുകൾ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചാൽ നമുക്ക് ഉപഭോക്തൃ തർക്കത്തിലെ പരാതി നൽകാവുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? വിവിധ സർക്കാരിതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാവുക. അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ അഥവാ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മയുണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാവുന്നതാണ്. ഇനി നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക. അപ്പോൾ നമുക്കറിയാം എം ആർ പിയിൽക്കായാലും കൂടുതൽ തുക ഈടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കാവുന്നതാണ്. മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക. അപ്പോൾ മായം ചേർക്കൽ അതുപോലെ നിരോധന നിയമം ലംഘിച്ചാലോ ഒക്കെ എന്ത് ചെയ്യാം? പരാതി നൽകാം. ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക. ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാകുക. അതുപോലെ വിൽപ്പന ത്വരിതപ്പെടുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. അപ്പോൾ ഇത്രയും കാരണങ്ങളാൽ എന്ത് ചെയ്യാം? ഈ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപഭോക്തൃ തർക്ക പരാതി സെല്ലിൽ പരാതി നൽകാവുന്നതാണ്. ഇനി ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്തൃ കോടതികൾ വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾ താഴെ കൊടുത്തവയാണ്. അപ്പോൾ നമ്മൾ പരാതി കൊടുത്താൽ അതിനുള്ള പരിഹാര മാർഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? പകരം സാധനം നൽകൽ, നൽകിയ പണം അധികമായി ഈടാക്കിയ പണം തിരിച്ചു നൽകൽ, അതുപോലെ
നഷ്ടം നികത്തുന്നതിനുള്ള തുക ലഭ്യമാക്കൽ, സേവനത്തിലെ കോട്ടങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകൽ, ദോഷകരമായ വ്യാപാര നടപടികൾ നിർത്തലാക്കൽ, ഹാനികരമായ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന നിരോധിക്കൽ, പരാതി ചെലവ് ലഭ്യമാക്കൽ. ഇതൊക്കെ ഏതാണ്? നമ്മുടെ ഉപഭോക്തൃ പരിഹാര സേവനങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന പരാതിയിൽ ലഭിക്കുന്ന സേവനങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ത്രിതല ഉപദേശക സമിതികൾക്കും രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം എങ്ങനെയാണ്? ഉപഭോക്തൃ കോടതികൾ മാത്രമല്ല, പിന്നെന്താണ്? ത്രിതല ഉപദേശക സമിതികൾക്കും രൂപം കൊടുത്തിട്ടുണ്ട്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. അപ്പോൾ അതിൽ വരുന്നതാണ് ഏതൊക്കെയാണ്? ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. അപ്പോൾ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുണ്ട്. അതുപോലെ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. ഇങ്ങനെ 3 തലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അതുപോലെ ത്രിതല ഉപദേശക സമിതിയാണ് നമ്മൾ പറഞ്ഞത്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുണ്ട്, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുണ്ട്, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുമുണ്ട്. ഇനി ഇവരുടെയൊക്കെ ജോലി എന്താണ്? അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നതാണ് ഈ സമിതികളുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ ഉപഭോക്തൃ സംരക്ഷണത്തിനായി നിലവിലുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഏതൊക്കെയാ? സാധന വിൽപ്പന നിയമം 1930. അപ്പോൾ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ ഉപഭോക്തൃ സംരക്ഷണത്തിനായി നിലവിൽ വന്ന പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാമത്തേതാണ് സാധന വിൽപ്പന നിയമം 1930. അപ്പോൾ 1930 സാധന വിൽപ്പന നിയമപ്രകാരം എന്താണ് പറയുന്നത്? സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന നിയമമാണ് 1930 സാധന വിൽപ്പന നിയമം എന്ന് പറയുന്നത്. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. അപ്പോൾ ഈ 1930 സാധന വിൽപ്പന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് വാറണ്ടി, അതുപോലെ ഗ്യാരണ്ടി, വിൽപ്പനാന്തര സേവനം എന്നിവയുടെ ലംഘനം എന്നിവ ഈ നിയമത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ തന്നിട്ട് ചോദിക്കാം, ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാന്തര സേവനം എന്നിവ ഏത് നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു? അത് 1930 സാധന വിൽപ്പന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി അടുത്തത് കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം 1937. 1937 കാർഷികോൽപ്പന്ന നിയമം അല്ലെങ്കിൽ ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം എന്നും ഇതിനെ പറയും. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് ഈ നിയമം അനുസരിച്ചാണ്. അപ്പോൾ ഈ 1937 കാർഷികോൽപ്പന്ന അല്ലെങ്കിൽ ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം അനുസരിച്ച് ആണ് എന്ത് ചെയ്യുന്നത്? കാർഷിക ഉൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത്. അതുപോലെ അടുത്തൊരു നിയമമാണ് അവശ്യ സാധന നിയമം 1955. 1955 നിലവിൽ വന്ന അവശ്യ സാധന നിയമം. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്? കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. അപ്പോൾ കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം ഏതാണ്? 1955 അവശ്യ സാധന നിയമമാണ്. ഇനി അളവ് തൂക്ക നിലവാര നിയമം 1976. 1976 നിലവിൽ വന്ന അളവ് തൂക്ക നിലവാര നിയമം. ഇതിലെന്താണ് പറയുന്നത്? അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനുള്ള നിയമം ഉപകരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ, അതായത് അളവിലും തൂക്കത്തിലൊക്കെ നമ്മളെ പറ്റിക്കുന്നത് എന്ത് ചെയ്യുന്നു? തടയുന്ന നിയമമാണ് 1976 അളവ് തൂക്ക നിലവാര നിയമം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഭരണതലത്തിലെ സംവിധാനങ്ങളാണ്. ഭരണതലത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് നടപ്പിലാക്കിയിരിക്കുന്നത്?
ഇവിടെ ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയതോടെ വിഷലിപ്തമായ പച്ചക്കറികളുടെ കേരളത്തിലേക്കുള്ള വരവ് ഗണ്യമായി കുറഞ്ഞു. 2015 ഓഗസ്റ്റ് 27 നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഈ കണ്ടത്. അതുപോലെ ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലയിൽ നടത്തിയ ഓണക്കാല മിന്നൽ പരിശോധനയിൽ അളവ് തൂക്ക വെട്ടിപ്പ് നടത്തിയ 271 പേർക്കെതിരെ കേസെടുത്തു. ഇതും 2015 ഓഗസ്റ്റ് 27 വന്ന വാർത്തയുടെ തലക്കെട്ടുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പത്രവാർത്തയിൽ നമുക്കറിയാം എന്തൊക്കെയാണ് ലീഗൽ മെട്രോളജി വകുപ്പ്. അപ്പോൾ നമ്മുടെ ഭരണതലത്തിലെ സംവിധാനങ്ങൾ ഈ ഉപഭോക്തൃ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ മുകളിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ ലംഘിച്ച് കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിനുള്ള നിയമ വകുപ്പുകളെക്കുറിച്ചാണ്, ഭരണതലത്തിലെ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തേതാണ് ലീഗൽ മെട്രോളജി വകുപ്പ്. ഈ ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ ജോലി എന്താണ്? അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നത് ഏത് വകുപ്പാണ്? ലീഗൽ മെട്രോളജി വകുപ്പാണ്. ഇനി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ത് ചെയ്യുന്നു? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പ് വരുത്തുന്നതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അടുത്ത് വരുന്നത് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി എന്ത് ചെയ്യുന്നു? ഔഷധങ്ങൾ, മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റിയാണ്. പിന്നെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എന്താ ചെയ്യുന്നത്? മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആണ്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ് മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഭരണതലത്തിലെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് സേഫ്റ്റിയിലാണ് നമ്മൾ പറയുന്ന ഉൽപാദനം, അതുപോലെ വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് ഏത് വകുപ്പാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇനി നമ്മൾ പറയുന്നത് സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നിലവാരം വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചിഹ്നങ്ങൾ നൽകി വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നിലവാരം വിലയിരുത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചിഹ്നങ്ങൾ നൽകി വരുന്നുണ്ട്. അവ എന്തിനു വേണ്ടിയിട്ടാണ്? സാധനങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഉപഭോക്താവിനെ ഈ ചിഹ്നങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ അതിലുള്ള ചില പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ആണ് നമ്മൾ നോക്കുന്നത്. അതിലേതാണ്? ISI. അപ്പോൾ നമുക്കറിയാം ISI മാർക്ക്, ഇത് നോക്കിയാണ് നമ്മൾ മിക്കുള്ളവരും സാധനങ്ങൾ വാങ്ങുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. അപ്പോൾ BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ഈ സ്വർണ്ണമൊക്കെ വാങ്ങുമ്പോൾ BIS ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം BIS എന്നൊക്കെ അതിൽ ഒരു ഹാൾ മാർക്ക് അതൊക്കെ അവിടെ എഴുതിയിരിക്കും. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. വൈദ്യുത ഉപകരണങ്ങൾ, സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാം. അപ്പോൾ ISI മുദ്രയുള്ളത് ഏതൊക്കെയാണ്? ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ്? വൈദ്യുതോപകരണങ്ങൾ, സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ISI മുദ്രകൾ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പറയുന്ന രണ്ടാമത്തേതാണ് ISO മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, അതാണ് ISO എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഇന്ത്യ അടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ISO എന്ന് പറയുന്നത്. അപ്പോൾ ISO സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അടക്കം എത്രയാണ്? 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന ആ ഒരു ചിഹ്നമാണ് ISO എന്ന് പറയുന്നത്.
ഇത് ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സേവന സ്ഥാപനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കും ISO അംഗീകാരം നൽകുന്നുണ്ട്. അപ്പോൾ ISO കിട്ടുന്നത് ആർക്കാണ്? ആശുപത്രികൾ, അതുപോലെ ബാങ്കുകൾ മുതലായ സേവന സ്ഥാപനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കും ISO അംഗീകാരം നൽകുന്നുണ്ട്. ഇനി നമ്മൾ BIS 100% ഹാൾ മാർക്കഡ് ജ്വല്ലറി, BIS ആണ് നമ്മൾ പറയുന്നത്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നതാണ് BIS എന്ന് പറയുന്നത്. BIS നമ്മൾ പറഞ്ഞു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നതാണ് BIS എന്ന് പറയുന്നത്. BIS ഹാൾ മാർക്കഡ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. ഇനി CE എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് ഈ ചിഹ്നം അന്തർദേശീയമായി ഉപയോഗിക്കുന്നു. അപ്പോൾ CE എന്ന് പറയുന്ന ഈ ചിഹ്നം ഇതെങ്ങനെയാണ്? ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ള ചിഹ്നമാണ് CE എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് അഗ്മാർക്ക് എന്നറിയപ്പെടുന്ന ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെന്തിനാണ്? കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് അഗ്മാർക്ക്. അപ്പോൾ അഗ്മാർക്കാണ് എന്തിനുപയോഗിക്കുന്നത്? കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ചിഹ്നമാണ് അഗ്മാർക്ക്. അതുപോലെ തന്നെ ഇവിടെ വെജും നോൺ വെജും തന്നിട്ടുണ്ട്. ഒരു വെജ് എന്ന് പറയുമ്പോൾ ഗ്രീനും, നോൺ വെജ് എന്ന് പറയുമ്പം എന്താണ്? മാംസം, റെഡും തന്നിട്ടുണ്ട്. സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാൻ ഈ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ വെജ് ആണെങ്കിൽ ഗ്രീൻ കളറിലും നോൺ വെജ് ആണെങ്കിൽ റെഡ് കളറുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ്? സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാനുള്ള ചിഹ്നമാണ് വെജും നോൺ വെജും എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ FPO എന്താണ്? FPO എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതാണ് FPO എന്ന് പറയുന്നത്. ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് FPO. അപ്പോൾ FPO എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ എന്നതാണ് FPO എന്നതിൻ്റെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങളും അതുപോലെ സ്ഥാപനങ്ങളുടെയൊക്കെ വില നിലവാരം ഉയർത്തുന്നതിനുള്ള ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി സാമൂഹിക സംവിധാനം നിയമങ്ങളും കൊണ്ട് മാത്രം ഉപഭോക്താക്കളുടെ സംതൃപ്തി പൂർണ്ണമായും ഉറപ്പുവരുത്താനാവില്ല. ജാഗ്രതയുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. അപ്പോൾ സാമൂഹിക ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് സാധ്യമാകുക? ഉപഭോക്തൃ സംഘടനകളുടെ പ്രവർത്തനം, ഉപഭോക്തൃ ബോധവൽക്കരണം, പൊതു താൽപ്പര്യ ഹർജികൾ സമർപ്പിക്കൽ എന്നിവയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഉപഭോക്താക്കളുടെ സംതൃപ്തി പൂർണ്ണമായും ഉറപ്പുവരുത്താനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. ഇനി ഉപഭോക്തൃ വിദ്യാഭ്യാസം. അപ്പോൾ എല്ലാവരും ആയതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം, വ്യക്തിപരമായ താല്പര്യങ്ങൾ, പെരുകി വരുന്ന ആവശ്യങ്ങൾ, കമ്പോള ശക്തികളുടെ സ്വാധീനം എന്നിവയെല്ലാം ഉപഭോഗത്തെ സങ്കീർണവും വിപുലവുമാക്കിയിട്ടുണ്ട്. ഉപഭോക്താവ് ശരിയായ ശീലങ്ങൾ ആർജിക്കുന്നതിന് ഉപഭോക്തൃ വിദ്യാഭ്യാസം അനിവാര്യമാണ്. ഇനി ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ബോധവൽക്കരണ പരിപാടികൾ, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തൽ, ദിനാചരണം, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഉപഭോക്തൃ വിദ്യാഭ്യാസം നൽകാൻ പറ്റും. ഇനി നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, ദേശീയ ഉപഭോക്തൃ ദിനം. അപ്പോൾ ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24 ആണ് ദേശീയ ഉപഭോക്തൃ ദിനം ഇന്ത്യയിൽ ആചരിക്കുന്നത്. 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചു. അപ്പോൾ ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം 1985 ഇനി ഈ നിയമം നിലവിൽ വന്നതെന്നാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഐക്യരാഷ്ട്രസഭ എന്ത് ചെയ്തു? 1985 ഈ ഒരു പ്രമേയം അംഗീകരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കി. അങ്ങനെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24 ഡിസംബർ 24 എന്ത് നിലവിൽ വന്നത്?
ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അതുകൊണ്ടാണ് ഡിസംബർ 24 നമ്മൾ ഏത് ദിനമായിട്ട് ആചരിക്കുന്നത്? ഉപഭോക്തൃ സംരക്ഷണ ദിനമായിട്ട് അല്ലെങ്കിൽ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 24. ഇനി ഉപഭോക്തൃ വിദ്യാഭ്യാസം ഏതെല്ലാം വിധത്തിലാണ് ഉപഭോക്താവിനെ ശാക്തീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യങ്ങൾ കൃത്യമായി നിജപ്പെടുത്തി ഉപഭോഗം നടത്താൻ തയ്യാറാവുന്നു. ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സംബന്ധിച്ച് അറിവ് നേടാൻ സന്നദ്ധരാകുന്നു. അപ്പോൾ നമ്മൾ ഈ ഉപഭോക്തൃ വിദ്യാഭ്യാസം നൽകിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് പറയുന്നത്. ഉപഭോക്താവിനെ ശാക്തീകരിക്കുന്ന പരിപാടികളാണ് നമ്മൾ പറയുന്നത്. ആവശ്യങ്ങൾ കൃത്യമായി നിജപ്പെടുത്തി ഉപഭോഗം നടത്താൻ തയ്യാറാവുന്നു. ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സംബന്ധിച്ച അറിവ് നേടാൻ സന്നദ്ധരാകുന്നു. ശരിയായ തിരഞ്ഞെടുക്കലിന് പ്രാപ്തി നേടുന്നു. അവകാശബോധമുള്ള ഉപഭോക്താവായി മാറുന്നു. ഉപഭോക്തൃ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ശേഷി നേടുന്നു. അപ്പോൾ ഉപഭോക്തൃ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ഉപഭോക്തൃ ശീലങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങുക. അപ്പോൾ ഉപഭോക്തൃ ശീലങ്ങളിൽ വരുന്നതാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യുക? ബില്ല് ചോദിച്ചു വാങ്ങുക. അളവും തൂക്കവും ശരിയാണെന്ന് ബോധ്യപ്പെടുക. പാക്ക് ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ പേര്, പാക്ക് ചെയ്ത തീയതി, കാലാവധി, തൂക്കം, വില, നിർമ്മാതാവിൻ്റെ, വിതരണക്കാരുടെ മേൽവിലാസം എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. സാധനങ്ങളുടെ നിലവാരം സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക. വാങ്ങുന്ന സാധനങ്ങളുടെ ഉപയോഗക്രമം, പ്രവർത്തിപ്പിക്കുന്ന വിധം എന്നിവ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ ഉപഭോക്തൃ ശീലങ്ങളിൽ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന ഉപഭോക്തൃ ശീലങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ 10ാമത്തെ ചാപ്റ്റർ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.